എത്ര വളർന്നാലും ദൈവമേ, ഞാനെന്നും അങ്ങേക്കു പൈതൽ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേടുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. പ്രിയമുള്ളവരെ, വാത്സല്യത്തിന്റെ ദൈവം തന്റെ പൈതൃകമായ സംവിധാനത്താൽ കുടുംബത്തെ മനുഷ്യവർഗത്തിന്റെ അടിസ്ഥാന ഘടകമായി സ്ഥാപിച്ചുവല്ലോ. അവിടുത്തെ ജീവിതത്തിൽ വളർന്നുവന്ന തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ എല്ലാ അംഗങ്ങളും പരസ്പര ധാരണയിലും ഐക്യത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഈ ഭവനത്തിൽ ജീവിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ലഭിക്കുന്നു എന്നറിയിച്ച കർത്താവ് ഈ ഭവനത്തിന് ജീവന്റെ പ്രകാശം പ്രദാനം ചെയ്യട്ടെ. ആമേൻ. സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്തിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവെ, അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എൻ്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവെ, ഇതങ്ങേക്ക് എത്ര നിസ്സാരം. വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂര ഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങ് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. കർത്താവെ, അങ്ങ് തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോട് അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹം